എന്തെല്ലാം എന്നിട്ട് സുഖം ഞാൻ ഇന്ന് രാവിലെ തന്നെ പണിയായി. വണ്ടി കംപ്ലൈൻ്റ് ആയി. എന്താ ബുള്ളറ്റിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് എണ്ണ വരുന്നില്ല ഒന്നത് കിക്കറടിച്ച് തളർന്നിട്ടാണല്ലോ മക്കളെ. രാവിലെ തന്നെ തളർന്ന് പോയി. അപ്പോൾ നമുക്ക് ഇന്നത്തെ സൈറ്റ് പോക്ക് എന്താണോ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര ക്ഷീണത്തിലായിപ്പോയി. കാരണം വെച്ചാൽ ഇത്രയും ബുള്ളറ്റിന് കിക്കറടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എന്തെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എണ്ണയൊക്കെ വരുന്നുണ്ട്, എണ്ണയൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്തെന്നാ പറ്റിയെന്ന് അറിയില്ല. തളർന്നിട്ടാണല്ലേ, കണ്ണെല്ലാം ഇറങ്ങി തളർന്നിട്ടാണല്ലോ ബ്രോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര കാഴ്ചകളൊക്കെ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ ചെയ്യുക, ഒരു ഭംഗിയില്ലാത്തൊരു ദിവസമായി പോയി. അപ്പോൾ നോക്കാം, അടുത്ത കാഴ്ചകളൊക്കെ കാണാം. എന്താണെന്നറിയില്ല, തളർന്നിട്ടാണ്. അങ്ങനെ വണ്ടി അവിടെ വെച്ചിട്ട് ഞാൻ വർക്ക്ഷോപ്പ് നോക്കി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് വർക്ക്ഷോപ്പ് ഉള്ളതെന്നൊന്നും അറിയില്ല എന്നെല്ലാവരും പറയുന്നത്. പക്ഷേ ട്രിപ്പിലേറൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. എന്താ ചെയ്യാലോ, ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണ്. പക്ഷേങ്കിൽ ഇതൊക്കെ നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാം. പക്ഷേ ഞാൻ തളർന്നുപോയി സംഭവം. ഒന്ന് ചായ പിടിക്കണം, ഭയങ്കര തലവേദനയാണുള്ളത്. ഒന്ന് ചായ പിടിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നലെ ഞാൻ കാണിച്ച, ഇന്നലെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും. ആ വീഡിയോ എന്തോ കുഴപ്പമായി പോയി എന്ന് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിൻ്റെ അത് വന്നിട്ടുണ്ട്. പക്ഷേ അത് മാറ്റിയിട്ടിടാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വർക്ക്ഷോപ്പ് തെപ്പ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് തെപ്പയാറിൻ്റെ കാഴ്ചകൾ. തെപ്പയാറിലെ നമ്മുടെ പാർക്കിംഗ് ഏരിയ ആണ് ഇത് കാണുന്നത്. ഇതിൻ്റെ അപ്പുറം വേറൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. 2 പാർക്കിംഗ് ഏരിയ ആണുള്ളത് തെപ്പയാർ. അതുപോലെ തന്നെ റെസിഡൻസിയും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട്. താമസിക്കാൻ പറ്റിയ ഒരു തൃപ്രയാർ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം ഒരു 4 അമ്പല ദർശനം എന്ന് പറയില്ല, നമ്മൾ ശബരിമലക്ക് പോകുമ്പോൾ. അപ്പോൾ കാണുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരമ്പലം തന്നെയാണ് തൃപ്രയാർ. നേരെ വിട്ടത് വർക്ക്ഷോപ്പിലേക്കാണ്. പക്ഷേ വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല കേട്ടോ. എന്താ ചെയ്യുക, എല്ലാവരും ഇതാണ് തൃപ്രയാർ അമ്പലവും. തൃപ്രയാർ അമ്പലത്തിന് നേരെ ജംഗ്ഷനാണ് കാണുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ട ഓരോ ലൈഫിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊടുക്കണം അതല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി കൊതുകടിച്ചിട്ട് ഉറങ്ങാൻ പറ്റാതെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വെയിറ്റ് ചെയ്യാണ്. ആ വർക്ക്ഷോപ്പ് തുറക്കാൻ കുറേ ലേറ്റാവും. അപ്പോൾ വേറെ വർക്ക്ഷോപ്പും തപ്പി ഇറങ്ങിയാണ്. നല്ല വെയിലടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ്. വർക്ക്ഷോപ്പും തപ്പി ഇറങ്ങിയാണ്. നോക്കുമ്പോൾ റോഡിൽ കോൺക്രീറ്റ് ചെയ്തിട്ടാണുള്ളത് പുതിയത്. അപ്പോൾ ഇതിനെ പോലെ ചവിട്ടിയോ കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചേക്ക്. പക്ഷേ ക്യൂറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബൈക്കിൻ്റെ ഒരു മോഡൽ കണ്ടോ നിങ്ങൾ. നല്ല ഭാഗ്യം എനിക്കുള്ളതുകൊണ്ട് റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് വർക്ക്ഷോപ്പ് പൂട്ടിയിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ വർക്ക്ഷോപ്പ് അയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്തായാലും നമുക്ക് ആദ്യത്തെ വർക്ക്ഷോപ്പ് തന്നെയാണ്. ഇവിടെ 2 വർക്ക്ഷോപ്പാണ് ആകെയുള്ളത് തൃപ്രയാർ. അപ്പോൾ നമുക്ക് ആദ്യത്തെ വർക്ക്ഷോപ്പിൽ തന്നെ പോയിരിക്കാം. എന്നിട്ട് അദ്ദേഹം വരുന്നവരൊക്കെ വെയിറ്റ് ചെയ്തിട്ട് അദ്ദേഹം എന്തായാലും സൈറ്റിലേക്ക് വരുന്നതാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം പറയുന്നത്. സൈറ്റിലേക്ക് വന്നിട്ട് നന്നാക്കി തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കാം. അങ്ങനെ മൂഞ്ചി നമ്മുടെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുന്ന് നന്നാക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കൊണ്ടുപോയി. അപ്പോൾ ഇനി സൈറ്റിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളത് ബസ്സിൽ പോകല്ലേ, നോക്കാം. പോകുന്ന വഴിയിൽ നമ്മുടെ ബുള്ളറ്റിൻ്റെ ഗ്യാരേജിലേക്കൊന്ന് പോയി നോക്കി കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ ബുള്ളറ്റ് എവിടെയാണുള്ളതെന്നുള്ളത് നോക്കി. ഇപ്പോൾ റോയൽ ഗ്യാരേജിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവർ പറയുന്നത് വൈകുന്നേരം സെറ്റാക്കി തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാം അല്ലേ. എന്താ കഷ്ടപ്പാട് രാവിലെ തന്നെ. ഇന്നത്തെ ദിവസം എന്തായിരുന്നു എനിക്കറിയില്ല. കാരണം ഒന്നാമത് ഒരുപാട് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല മാങ്ങകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നേരത്തെ തന്നെ മാങ്ങ ഉണ്ടായെന്ന് തോന്നുന്നു. കണ്ടോ എന്ത് ഭംഗിയാണല്ലോ അല്ലേ.
നടക്കാൻ കുറേ ഉണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല, കുറേ നടക്കാനുണ്ട്. അപ്പോൾ തളർന്നിട്ടാണുള്ളത്. 1 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട് തോന്നുന്നത്. എന്തായാലും പോയി നോക്കാം. നമ്മുടെ പുതിയ നാഷണൽ ഹൈവേൻ്റെ വർക്കാണ് കാണുന്നത്. തൃപ്രയാർ ജംഗ്ഷനിലാണ് ഈ കാണുന്നത്. ഇവിടുത്തെ കുഞ്ഞ് ഫ്ലൈ ഓവറാണ് ഈ കാണുന്നത്. ഇവിടെ ഇറ്റാച്ച് കൊണ്ട് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ, കഷ്ടപ്പെട്ട് നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് വിഷ്വൽസ് കണ്ടാലോ. നല്ല പൊരി വെയിലാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല വെയിലാണ്. മുകളിൽ സൂര്യൻ നല്ല ചുട്ട് പൊള്ളിക്കുന്നുണ്ട്. അധിക നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇന്ത്യക്കാരൻ വരുന്നുണ്ട്, ഞാൻ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് വെയിൽ എന്നൊക്കെ. എന്തെല്ലാം എന്നിട്ട് നട്ടുച്ചയായില്ലേ, എന്തെങ്കിലും ഒരു പണിക്കെല്ലാം പോയിക്കൂടെ? അപ്പോൾ നാളെ ഇന്ന് സൈറ്റിലാണുള്ളത്. നോക്കിക്കോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സാറ് വരാമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സൈൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് തണലത്തേക്ക് മാറി നിൽക്കുകയാണ്. നല്ല വെയിലാണ് കേട്ടോ. ഇത് നാഷണൽ ഹൈവേൻ്റെ സൈറ്റാണ് കാണുന്നത്. അതാ ബസ് വരുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം കുറേ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളും. നമ്മൾ വണ്ടി അവിടെ തന്നെയാണുള്ളത്, ബുള്ളറ്റ് അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ കുറേ പ്രശ്നങ്ങളിലായിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.